പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത ഉള്ള ഗ്രഹം ശുക്രൻ, അസുരാചാര്യൻ. ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സുഹൃക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാര പഥം കേവലം 26 ദിനങ്ങൾ മാത്രമാണ്. സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് 1 മാസം 45 ദിവസമൊക്കെയാണ്. ഇവിടെ 26 ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, സ്ത്രീ, ഗേൾ ഫ്രണ്ട്സ്, ഭൗതിക സുഖം, സെക്സ്, ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ്. പാട്ട്, സംഗീതം, തൗരിത്രികം, സംഗീത ഉപകരണങ്ങൾ, അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും, വാങ്ങലും കൊടുക്കലും വ്യാപാരവും, ഗാംബ്ലിംഗ്, ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 കർക്കടക മാസം 10-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 26-ാം തീയതി. ജൂലൈ 26-ാം തീയതി കാലത്ത് 9 മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്നും 26 ദിനങ്ങൾ മിഥുന രാശിയിലാണ്. പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ്. നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനേ. മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യകരഃ, രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നെന്ന് പറയുന്നു. കലാവിത്, കലയെ അറിയും. കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി. ഗേയവാദ്യകലാസു നിപുണഃ, പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി. അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ പാട്ടുകാർ, കലാകാരന്മാർ, ഗായകർ, നർത്തകർ, ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും. പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലോട്ടറി ലക്ക് വരും. ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ, ധനാധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ധാരാളം കാശ് വരും. ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. ലോട്ടറി, ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. അതിനാൽ വളരെ സൂക്ഷിച്ച ഓരോ രാശിക്കാരുടെയും ഫലം നാം പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി. ഇവിടെ മീനം രാശിക്കാർക്ക് വളരെയധികം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും ഈ ശുക്രൻ. കാരണം ശുക്രൻ ദിഗ്ബലവാനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു മീനം രാശിക്കാർ. ശുക്രൻ ഇത്ര കാലം ഇടവൻ രാശിയിൽ സ്വന്തം ക്ഷേത്രത്തിലായിരുന്നു. പക്ഷേ 3-ലെ ശുക്രൻ കൃപണഹ എന്ന ഫലമായിരുന്നു നൽകിയത്. പക്ഷേ ഇവിടെ ശുക്രൻ 4-ാം ഭാവത്തിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ആർക്ക്? മിഥുനം രാശിക്കാർ. അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ശുക്രൻ മിഥുനൻ രാശിയുടെ അധിപനായ വ്യാഴത്തോടു കൂടെയാണ് ശുക്രൻ എവിടെ നിൽക്കുന്നത്? 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. വ്യാഴത്തിനും ശുക്രനും ദിഗ്ബലമാണ് 4-ാം ഭാവത്തിൽ. അതിനാൽ ആ വ്യാഴത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെ, 4-ാം ഭാവത്തിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ ആ ഭൗതിക സുഖകാരകനായ വ്യാഴം സപ്പോർട്ട് ചെയ്യും. 4-ൽ വ്യാഴം വരുമ്പോഴും ഹോരാചാര്യർ പറഞ്ഞ ഫലം ഒന്നാണ്, സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതേ ശുക്രൻ 4-ൽ വരുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ഭൗതികമായ സുഖത്തെയല്ല, ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ശുക്രൻ ഭൗതിക സുഖത്തെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ അതിന് 2-ൻ്റെ സമ്മിശ്ര ഫലം അനുഭവിക്കും മീനൻ രാശിക്കാർ. മീനൻ രാശിക്കാർക്ക് 26 ദിവസം ഭൂമി, ആഭരണങ്ങൾ, സ്വർണം, വാഹനം, ഇതൊക്കെ പഴയത് വിൽക്കാം, പുതിയത് വാങ്ങാം. ഈ രീതിയിൽ ക്രയവിക്രയത്തിന് കുശലനായ ഈ ശുക്രൻ വളരെയധികം സപ്പോർട്ട് ചെയ്യും. ആർക്ക്? മീനൻ രാശിക്കാർക്ക്. അവരുടെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം
നല്ല തീരുമാനങ്ങളാകാം, നല്ല സൗഹൃദങ്ങളാകാം, വിദേശത്തുള്ള സുഹൃത്തുക്കൾ വരാം. സൗഹൃദത്തിലൂടെ ധാരാളം നന്മകൾ തനിക്ക് ലഭിക്കുന്ന മഹനീയമായ ഒരു സമയമാണ്. മഹിത്വധികെ യസ്യ തുജ്യേ സുര്യജ്യേ ജനയ്ക്കും നിജയി ചാവരെ ദുഷ്ടതുഷ്ടൈഹി. 4 ശുക്രൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരു വ്യക്തിക്ക് അങ്ങേയറ്റം മഹത്വം ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് കോപം വന്നാലും സന്തോഷം വന്നാലും തനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങ് കോപിച്ചാലും സന്തോഷിച്ചാലും തനിക്ക് ക്യാഹയാണ്. തന്നെ എല്ലാവരും ബഹുമാനിക്കും. കിയത് പോഷയെ ജന്മതസ്വം ജനന്യ. അമ്മയുടെ സമ്പത്ത് തനിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കാൻ വളരെ അനുകൂലമാണ്. പരസ്പരം ഭാഗം വെക്കുമ്പോൾ തനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ വാങ്ങാം, ആഭരണങ്ങൾ വാങ്ങാം. കർമ്മമേഖലയിൽ തനിക്ക് ധാരാളം പ്രാധാന്യം വരും. അധീന അർപ്പിത ഉപായേനേരേവ പൂർണ്ണ. തൻ്റെ കീഴ്ജീവനക്കാർ, അധീനത്തിലുള്ള ആളുകൾ തനിക്ക് സമർപ്പിക്കുന്ന എല്ലാം കൊണ്ട് താൻ സന്തുഷ്ടനാണ്. തനിക്ക് ധാരാളം സന്തോഷകരങ്ങളായ പല കാര്യങ്ങളും തൻ്റെ കീഴ്ജീവനക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ തനിക്ക് വന്ന് അർപ്പിക്കുന്നു, തന്നെ ബഹുമാനിക്കുന്നു, തന്നെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഇപ്രകാരം ധാരാളം നന്മകൾ മീനൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. ആരെ? ഈ ശുക്രൻ 4-ാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിന്നുകൊണ്ട്. നല്ല സൗഹൃദങ്ങളുണ്ടാകും. മിഥുനത്തിലെ ശുക്രനാണ്. മിഥുനത്തിൻ്റെ സ്വഭാവം എന്താണ്? സ്ത്രീലോല സുഹൃതോപചാര കുശല. നല്ല സുഹൃത്തുക്കളുണ്ടാകും, നല്ല പെൺ സുഹൃത്തുക്കളുണ്ടാകും. അതിനാൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ഈ ശുക്രൻ മീനൻ രാശിക്കാരെ സഹായിക്കും. വളരെയധികം നന്മകൾ സൗഹൃദത്തിലൂടെ പ്രദാനം ചെയ്യും. സൗഹൃദത്തിലൂടെ തനിക്ക് ജോലി ലഭിക്കാം, അല്ലെങ്കിൽ ശാരീരികമായ സുഖങ്ങൾ ലഭിക്കാം, ഭൗതികമായ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ലഭിക്കാം, പുതിയ വാഹനത്തിൽ യാത്ര ചെയ്യാം. ഒക്കെ നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവി 26 ദിനങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.